ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ പുണർദം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. സത്യധർമാദികളെ കൈവിടാതെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ പുണർദം നക്ഷത്രക്കാരുടെ ബാല്യകാലമാണെങ്കിൽ കുറച്ചൊക്കെ വിഷമഘട്ടങ്ങളിലൂടെയും പ്രയാസഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമെങ്കിലും പിന്നീട് ഈ നക്ഷത്രക്കാർ സ്വയം പരിശ്രമത്താൽ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും പ്രതിസന്ധികളെയും വിഷമഘട്ടങ്ങളുടെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്ന ഇവർ വളരെയധികം കഠിനാധ്വാനികളായതുകൊണ്ടും ഉത്തരവാദിത്വ ബോധം കൂടുതലുള്ളതുകൊണ്ടും മനസ്സിലാണെങ്കിൽ ആത്മവിശ്വാസം കൂടുതൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നിരന്തരമായിട്ട് പരിശ്രമിച്ച് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ് ഈ പുണർദം നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ 45 നാഴികയും കർക്കിടകം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ പുണർദം നക്ഷത്രം. അതിൽ മിഥുനം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ 2026 പുതുവർഷത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. 2026 പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ ജന്മവ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നതുകൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിലോ കണ്ടകശനിയുടേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ധനസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും രാഹുകേതുക്കളുടെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം മൂലവും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകൾക്കെല്ലാം തന്നെ മാറ്റം വന്ന് ഭാഗ്യാനുഭവവും മാനസികമായിട്ടുള്ള ഉണർവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിൽ സന്തോഷവും അഭിവൃദ്ധിയും കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് ചില നല്ല അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പദ്ധതികൾ തുടങ്ങാമെന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ബിസിനസ് വിപുലീകരിക്കാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ വരുന്നവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാജനം വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ 2026 പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജൂൺ മാസം 2-ാം തീയതി വരെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ
രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ കൂടുതൽ ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അനാവശ്യമായിട്ടുള്ള യാത്രകളെയും ഒഴിവാക്കേണ്ടതാണ്. എന്നാലോ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ വ്യാഴം, സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഹംസയോഗപ്രദനായിക്കൊണ്ട് ഉച്ചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതും ശനീശ്വരൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതിയും മൂലം ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിലെ ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് വർഷാരംഭത്തിൽ വളരെ വളരെ നല്ലതാണ്.